സൂര്യനിൽ നിന്ന് എത്തിച്ചേരുന്ന ജൂപ്പിറ്ററിൻ്റെ പ്രതലത്തിൽ എത്തിച്ചേരുന്ന പ്രകാശത്തേക്കാൾ കൂടുതൽ പ്രകാശം അല്ലെങ്കിൽ ഊർജം ജൂപ്പിറ്റർ സ്വയം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ജൂപ്പിറ്ററിൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെക്കാനിസമാണ്. കെൽവിൻ ഹെൽംഹോൾട്സ് മെക്കാനിസം എന്നാണ് അത് അറിയപ്പെടുന്നത്. ജൂപ്പിറ്റർ ഓരോ വർഷവും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം 1 മില്ലിമീറ്റർ എന്ന കണക്കിലാണ് അത് ചുരുങ്ങുന്നത്. അത് നമുക്ക് കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ടെലസ്കോപ്പ് കൊണ്ടോ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മാത്തമാറ്റിക്കൽ മോഡലിൻ്റെയും തിയറിറ്റിക്കൽ ഫിസിക്സിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഓരോ വർഷവും 1 മില്ലിമീറ്ററായിട്ട് ചുരുങ്ങുന്നത് കാരണം അതിലടങ്ങിയിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി തെർമൽ എനർജി ആയിട്ട് വെളിയിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു. അത് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ 2 ഇരട്ടിയോളം വരുന്ന ഊർജ്ജമാണ്. ഈ തെർമൽ എനർജി ഇൻഫ്രാറെഡ് റേഡിയേഷനായിട്ടാണ് വെളിയിലേക്ക് വരുന്നത്. അതായത് നമ്മൾക്ക് കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ റേഡിയേഷനെ നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിനും വെളിയിലാണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ചൂടുള്ള ഒരു വസ്തു ഉണ്ടാക്കുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷനാണ്.